ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഇന്ന് ഞാൻ കുറച്ച് പെഡഗോജി ക്വസ്റ്റ്യൻസുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, സൈക്കോളജിക്കാൾ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പെഡഗോജി എന്ന് പറയുന്നത്, അല്ലേ? ബോധനശാസ്ത്രം. ഒന്നുമില്ല മക്കളെ, സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പെഡഗോജിയിൽ ചോദിക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കുട്ടിയായി നിന്ന്, അതല്ലെങ്കിൽ ഒരു ടീച്ചറുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു പാരൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പെഡഗോജി ക്വസ്റ്റ്യൻസിനെ വായിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് പെഡഗോജി റിലേറ്റഡ് ആയിട്ട് കേഡറ്റ് എക്സാമിന് ചോദിക്കാറുള്ളത്. ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഭാഗത്തുനിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ള കുറച്ച് തിയറി പോർഷൻസ് ഉണ്ട്. എങ്കിൽ കൂടെയും കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു കുട്ടി എന്ന നിലയിൽ നമ്മളതിനെ എങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക? ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലേക്ക് ഒരു ടോപ്പിക്ക് കിട്ടുന്നു. ആ ടോപ്പിക്കിനെ ഏറ്റവും നന്നായിട്ട് എടുക്കാൻ പറ്റുന്നത് ഏത് രീതിയിൽ കൂടെയാണ്? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെഡഗോജി ക്വസ്റ്റ്യൻസിന് വേഗം ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് പെഡഗോജി ക്വസ്റ്റ്യൻസ് നോക്കാം. ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തേണ്ടത് എന്നുള്ളത്. ഓക്കെ, വളരെ എന്ത് ചെയ്യേണ്ട, വളരെ കലുഷിതമായിട്ടൊന്നും ചിന്തിക്കേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല പെഡഗോജി. വളരെ നോർമൽ ലെവലിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പാഠ്യപദ്ധതിയെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്, കരിക്കുലം. അപ്പോൾ ഏതാണ് ശരിയായ പ്രസ്താവന? ക്ലാസ് റൂമിൽ നിന്നും പുറമേ നിന്നുമുള്ള അനുഭവങ്ങളുടെ ആകെ തുകയാണ് പാഠ്യപദ്ധതി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പാഠ്യപദ്ധതി ഒരേ സമയം പ്രക്രിയയും ഉൽപ്പന്നവുമാണ്. 3 സ്കൂളിൽ നിന്നും ലഭ്യമാകുന്ന സർവ്വ അനുഭവങ്ങളും ചേർന്നതാണ് പാഠ്യപദ്ധതി. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റിലും ഏതൊക്കെയാണ് പാഠ്യപദ്ധതിയെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ? അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, കരിക്കുലം എന്ന് പറയുന്നത് എന്താണ്? ഒരു കുട്ടിക്ക് അവൻ്റെ ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്നത് മാത്രമല്ല, മറിച്ച് എന്താണ്, അവന് ക്ലാസ്സിന് പുറത്തു നിന്നും അവന് കിട്ടുന്ന അനുഭവങ്ങളുടെ ആകെ തുകയാണ് പാഠ്യപദ്ധതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി രണ്ടാമത്തേത് എന്താണ്? ഇത് ഒരേ സമയം പ്രക്രിയയും അതുപോലെ തന്നെ ഒരു ഉൽപ്പന്നവുമാണ്, അല്ലേ? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്, ഇനി പുറമേ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്? നമ്മളിപ്പോൾ സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, ഏതെല്ലാം രീതിയിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്, നമ്മുടെ പ്രവൃത്തിയിൽ വരുന്ന മാറ്റങ്ങൾ, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഉൾപ്പെടുന്നത് നമ്മുടെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് ഒരേ സമയം എന്താണ്? പ്രക്രിയയും ഉൽപ്പന്നവുമാണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇനി മൂന്നാമത്തേത് എന്താണ്? സ്കൂളിൽ നിന്നും ലഭ്യമാകുന്ന സർവ്വ അനുഭവങ്ങളും ചേർന്നതാണ് പാഠ്യപദ്ധതി. ഇത് തന്നെയല്ലേ ഒന്നാമത്തെ പ്രസ്താവനയിലും കൊടുത്തിട്ടുള്ളത്? അതെ, അപ്പോൾ അതും നമുക്ക് ശരിയാണെന്ന് പറയാം. ഇനി ഉത്തരങ്ങൾ നോക്കൂ. 1 മാത്രം, 1ഉം 2ഉം, 2ഉം 3ഉം, 1ഉം 2ഉം 3ഉം. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ ഡി, അല്ലേ? തന്നിട്ടുള്ള 3 പ്രസ്താവനകളും പാഠ്യപദ്ധതിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അതിൽ തന്നെ സ്കൂളിൽ നിന്നും ലഭ്യമാകുന്ന എല്ലാ അനുഭവങ്ങളും ചേർന്നതാണ് പാഠ്യപദ്ധതി എന്ന് മുതലിയാർ കമ്മീഷന്റെ ഒരു അഭിപ്രായമുണ്ടായിരുന്നു. അപ്പം അത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഠനബോധന പ്രക്രിയയിലെ ലബോറട്ടറി രീതി ഏതാണ്? ഏതാണ് ലബോറട്ടറി രീതി? നമ്മൾ പെഡഗോജിയിൽ വരുന്ന ഒരു കാര്യമാണ്, പലതരത്തിലുള്ള പഠന രീതികളുണ്ടല്ലേ നമുക്ക്. കെല്ലർ പ്ലാൻ ഉണ്ട്, അതുപോലെ തന്നെ ലബോറട്ടറി രീതി വരുന്നുണ്ട്, പ്രസംഗ രീതി വരുന്നുണ്ട്, അതുപോലെ തന്നെ സഹകരണാത്മക പഠനം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളെ നമുക്ക് കാര്യങ്ങൾ പഠിപ്പിക്കാം. അപ്പോൾ ആ കൂട്ടത്തിൽ പെടുന്ന ഒരു കാര്യമാണ് ലബോറട്ടറി രീതി എന്ന് പറയുന്നത്. ഇതിലെ കൊടുത്തിട്ടുള്ളതിലെ ഏതാണ് ലബോറട്ടറി രീതിയുമായി ബന്ധപ്പെട്ട് വരുന്നത്? ഡാൾട്ടൺ പദ്ധതി, പ്രാവീണ്യ പഠനം, ബ്രെയിൻ സ്റ്റോമിംഗ്, സിനറ്റിക്സ്. ഏതാണ് ലബോറട്ടറി രീതിയുമായി ബന്ധപ്പെട്ട് വരുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ? ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ നമുക്ക് കേട്ടറ്റ് ലെവലിൽ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ ചിലപ്പോഴെന്താണ് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചിട്ടുണ്ടായിരിക്കും എന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഏതാണ് ലബോറട്ടറി രീതി എന്ന് പറയുന്നത്?
ഡാൾട്ടൺ പദ്ധതി. ഡാൾട്ടൺ പ്ലാൻ ആണ് ലബോറട്ടറി പദ്ധതിയായിട്ട് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡാൾട്ടൺ പദ്ധതി ആരാണ് കൊണ്ടുവന്നത്? ഹെലൻ പാർഹേസ്റ്റ്. ഹെലൻ പാർഹേസ്റ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡാൾട്ടൺ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ചില സമയത്ത് ഇതിൻ്റെ ഉപജ്ഞാതാവിനെ ചോദിക്കാറുണ്ട്. ചില സമയത്ത് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു പേര് ഉരുത്തിരിഞ്ഞ് വന്നത് എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ അമേരിക്കയിലെ ഡാൾട്ടൺ ഹൈസ്കൂളുകളിലാണ് ഈ ഒരു രീതി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ പദ്ധതിക്ക് നമ്മൾ എന്ത് ചെയ്തത്? ആ ഒരു പേര് കൊടുക്കുന്നത്. അപ്പോൾ അമേരിക്കയിലെ ഡാൾട്ടൺ ഹൈസ്കൂളുകളിൽ നിന്നുമാണ് ലബോറട്ടറി മെത്തേഡ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. ഇവിടെ കുട്ടികൾ പരീക്ഷണം നടത്തുന്ന ആളുകളാണ്. ഇനി ഇവരെ വീക്ഷിക്കുക എന്നുള്ളതാണ് അധ്യാപകൻ്റെ ജോലി. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത പ്രവൃത്തി ചെയ്യാനായിട്ട് ആരോട് പറയുന്നു? കുട്ടികളോട് പറയുന്നു. കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തികൾ അധ്യാപകർ കൃത്യമായി നിരീക്ഷിക്കുന്നു. ഇതാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇതിൽ ബ്രെയിൻ സ്റ്റോമിങ് ആൻഡ് സിനറ്റിക്സ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഓൾറെഡി നമുക്ക് പരിചയമുള്ളതാണ്. എവിടെയാണ് പരിചയമുള്ളത്? സർഗാത്മകതയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് ബ്രെയിൻ സ്റ്റോമിങ്, സിനറ്റിക്സ്, അതുപോലെ തന്നെ ലാറ്ററൽ തിങ്കിങ് എന്ന് പറയുന്നത് അല്ലേ? നമ്മളിപ്പോൾ കേട്ടിട്ട് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തു. നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻസ് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരു റിവിഷൻ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ഓർത്തെടുക്കാൻ പറ്റണം. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിങ്, സിനറ്റിക്സ്, അതുപോലെ തന്നെ ലാറ്ററൽ തിങ്കിങ് എന്ന് പറയുന്നത് കുട്ടികളിലെ സർഗാത്മകത വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്സ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പാഠ്യപദ്ധതി സംഘാടനത്തിലെ ചാക്രിക സമീപനത്തിൻ്റെ ഗുണം ഏത്? പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കരിക്കുലം നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം. അതിലെ ഒരു സമീപനമാണ് ചാക്രിക സമീപനം അല്ലെങ്കിൽ സ്പൈറൽ കരിക്കുലം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മെറിറ്റ്, ഒരു ഗുണമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വസ്തുതകൾ ആവർത്തിച്ചു നൽകുന്നു, പുതുമയും നൈർമല്യവും ഇല്ലാതാകുന്നു, പ്രാഗൽഭ്യവും വിഷയവൈവിധ്യവുമുള്ള അധ്യാപകർ ആവശ്യമാണ്, ലളിതമായതിൽ നിന്നും സങ്കീർണമായതിലേക്കും സമീപത്തു നിന്നും അകലേക്കും എന്ന തരത്തിൽ തുടരുന്നു. അപ്പോൾ കൊടുത്തിട്ടുള്ളതിലെ ഏതാണ് ചാക്രിക സമീപനത്തിൻ്റെ മെറിറ്റായി നമുക്ക് പറയാൻ പറ്റുന്നത്? എന്താണ് ഈ ചാക്രിക സമീപനം എന്ന് പറയുന്നത്? ഇങ്ങനെയുള്ള ഒരു രീതിയാണ് ചാക്രിക സമീപനം. ഇങ്ങനെയുള്ള ഒരു രീതി എന്ന് പറയുമ്പോൾ എന്താണത്? വളരെ ചെറിയ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു ആശയത്തെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയ കുട്ടികൾക്ക് കൊടുക്കുന്നു. പിന്നീട് ഓരോ ക്ലാസ് കഴിയുമ്പോഴും അവർ മുതിരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ആദ്യം കൊടുത്ത ആശയത്തിനെ കുറച്ചുകൂടി ഡെപ്തായി പഠിപ്പിക്കുന്ന ഒരു രീതി. ഇതാണ് ചാക്രിക സമീപനത്തിൻ്റെ പ്രത്യേകത. ഇത് നമ്മുടെ ബ്രൂണർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സമീപനമാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നു. പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു ആശയത്തിൻ്റെ തന്നെ വളരെ ഡെപ്തായിട്ടുള്ള കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ, വലുതാകുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയുടെ ഗുണമാണ് നമ്മളോട് ചോദിച്ചത്. വസ്തുതകൾ ആവർത്തിച്ചു നൽകുന്നു എന്നുള്ളത് ഗുണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? അത് അടുത്തതാണ് പുതുമയും നൈർമല്യവും ഇല്ലാതാകുന്നു. ഇവിടെ നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ച കാര്യത്തിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇവിടെ വരുന്നത്. 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ എന്തില്ല? പുതുമ ഇല്ല. സംഭവം ഗുണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇതിലെ ഓപ്ഷൻ ഡി നോക്കൂ നിങ്ങൾ. ലളിതമായതിൽ നിന്നും സങ്കീർണമായതിലേക്കും സമീപത്തു നിന്നും അകലേക്ക് എന്ന തരത്തിൽ തുടരുന്നു. അത് ചാക്രിക സമീപനത്തിൻ്റെ ഒരു ഗുണമായി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിക്കണം. അപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ചെന്ന് കയറിയ വഴിക്ക് അവൻ എന്ത് പഠിപ്പിക്കാൻ പറ്റില്ല? നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഒന്നും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാവില്ല. അപ്പോൾ എളുപ്പം ഈ ഒരു കോൺസെപ്റ്റ് അവനെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 2ാം ക്ലാസ്സിൽ ചെറിയ ചെറിയ സമരങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം അവനിൽ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ആളുകൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ചില നടപടികൾ സ്വീകരിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അതല്ലെങ്കിൽ നിങ്ങൾ പത്രത്തിലെ ഇന്ന സമരത്തെക്കുറിച്ച് കണ്ടിട്ടുണ്ടോ? വാർത്തകളിൽ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ നമ്മുടെ അടുത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം?
വളരെ വലിയ ആശയങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോവാം. ഇതാണ് ചാക്രിക സമീപനത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത്. ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. ഇതാണ് പാഠ്യപദ്ധതി സമീപനത്തിലെ ചാക്രിക സമീപനത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസംഗരീതിയുടെ ഉപയോഗം. പ്രസംഗരീതി എന്ന് പറയുന്നത് ലെക്ചർ മെത്തേഡാണ്. സാധാരണഗതിയിൽ നമുക്ക് എന്താണ്, വളരെ മടുപ്പുണ്ടാക്കുന്ന ഒരു രീതിയാണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ലെക്ചർ മെത്തേഡിൻ്റെ ഒരു ഉപയോഗം അല്ലേ? 4 ഓപ്ഷൻസ് ഉണ്ട്. പഠിതാക്കൾക്കിടയിൽ സമ്പർക്കം വളർത്തൽ, വസ്തുതാപരമായ വിവരങ്ങൾ പകർന്നു നൽകുന്നതിന് അനുയോജ്യം, പ്രക്രിയാധിഷ്ഠിത പഠനം വളർത്തൽ, അധ്യാപകർ തമ്മിലുള്ള സമ്പർക്കം വളർത്തൽ. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏതാണ് ലെക്ചർ മെത്തേഡിൻ്റെ ഒരു ഉപയോഗമായി വരുന്നത്? ഏതാണ് വരിക? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന് ഉത്തരമായിട്ട് വരിക. കാരണം എന്താണ്? വസ്തുതാപരമായ വിവരങ്ങൾ പകർന്നു നൽകുന്നതിന് അനുയോജ്യമായ ഒരു രീതിയാണ് പ്രസംഗ രീതി എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറേയധികം ഇൻഫർമേഷൻസ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ലെക്ചർ മെത്തേഡ് തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇതൊരു അധ്യാപക കേന്ദ്രീകൃതമായിട്ടുള്ള സമീപനമാണ് അല്ലേ? ടീച്ചർക്ക് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുന്നു? കുട്ടികളോട് പറയുന്നു. അവിടെ കുട്ടികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ളൊരു അവസരം നമുക്ക് ഈ രീതിയിൽ കാണാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രസംഗ രീതിയുടെ ഉപയോഗം എന്ന് പറയുന്നത് വസ്തുതാപരമായിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നു? വളരെ എളുപ്പത്തിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അധ്യാപക കേന്ദ്രീകൃതമായിട്ടുള്ളൊരു രീതിയാണിത്. ആ കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വ്യക്തിപരവും സംഘപരവുമായ ഉത്തരവാദിത്വം അത്യന്താപേക്ഷിതമായത് ഏത് പഠനത്തിലാണ്? വ്യക്തിപരമായിട്ട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ഒരു ഗ്രൂപ്പ് റെസ്പോൺസിബിലിറ്റിയും കൂടെ നമുക്ക് വരുന്നത് ഏത് തരത്തിലുള്ള പഠനത്തിലാണ്? പ്രാവീണ്യ പഠനത്തിൽ, വ്യക്തിഗത ബോധന സമ്പ്രദായത്തിൽ, സഹകരണ പഠനത്തിൽ, ക്രമീകൃത പഠനത്തിൽ. അപ്പോൾ ഏത് പഠനത്തിലാണ് നമുക്ക് വ്യക്തിപരമായും സംഘപരമായുള്ള ഉത്തരവാദിത്വം കാണാൻ പറ്റുന്നത്? എവിടെയാണ്? സഹകരണ പഠനത്തിൽ. കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? പല ഗ്രൂപ്പുകളിലാക്കി തിരിക്കുന്നു, എന്നിട്ട് അവർക്കൊരു പ്രോബ്ലം കൊടുക്കുന്നു. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ എന്താണ്, അവിടെ നമ്മുടെ വ്യൂ പോയിന്റ്സ് പറയേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. നമ്മൾ കൃത്യമായിട്ട് അതിൽ പങ്കാളികളാകണം. ഇനി നമ്മുടെ വ്യൂ പോയിന്റ്സ് മാത്രം നമ്മൾ കേട്ടാൽ പോരാ, മറിച്ച് എന്ത് ചെയ്യണം? ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും വ്യൂ പോയിന്റ്സ് നമ്മൾ കേൾക്കണം. അതിൽ നിന്നും നമ്മൾ നിഗമനങ്ങൾ രൂപീകരിക്കണം. അപ്പോൾ അവിടെ എന്ത് വന്നു? വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വവും വന്നു, അതിനോടൊപ്പം തന്നെ സംഘപരമായിട്ടുള്ള ഉത്തരവാദിത്വവും വന്നു. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൽ ഓപ്ഷൻ ബി വ്യക്തിഗത ബോധന സമ്പ്രദായം ഉണ്ടല്ലേ, അതായത് പേഴ്സണലൈസ്ഡ് ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം എന്ന് പറയും. നമ്മുടെ ഫ്രെഡ് എസ് കെല്ലർ കൊണ്ടുവന്നിട്ടുള്ള കെല്ലർ പ്ലാൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, ഓരോ വ്യക്തികളുടെയും കഴിവനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള പാഠ്യബോധന സമ്പ്രദായമാണ് കെല്ലർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരൊന്ന് ഓർത്തിരിക്കുക. ഫ്രെഡ് എസ് കെല്ലർ ആണ് ഈ ഒരു കോൺസെപ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കെല്ലർ പ്ലാൻ എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അതിൻ്റെ ഉപജ്ഞാതാവിനെയും കൂടെ നമുക്ക് ഓർമ്മ വരും. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. അക്കാദമിക വർഷം പോലുള്ള ഒരു നിശ്ചിത കാലയളവിൽ സ്കൂളുകളുടെ പ്രകടനം അളക്കാനായി ഏതുതരം വിലയിരുത്തലാണ് കൂടുതൽ മെച്ചം? അക്കാദമിക വർഷം പോലുള്ള ഒരു നിശ്ചിത കാലയളവിലെ സ്കൂളുകളുടെ പ്രകടനമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് സഹായിക്കുന്ന വിലയിരുത്തൽ ഏതാണ്? പഠനത്തിനായുള്ള വിലയിരുത്തൽ, സംരചനാ വിലയിരുത്തൽ, പഠനത്തിൻ്റെ വിലയിരുത്തൽ, പഠനം തന്നെ വിലയിരുത്തൽ. ഇതിൽ സാധാരണഗതിയിൽ എല്ലാ കുട്ടികൾക്കും തെറ്റിപ്പോകുന്നൊരു കാര്യമാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനത്തിൻ്റെ വിലയിരുത്തൽ, പഠനം തന്നെ വിലയിരുത്തൽ. ഫോർ ലേണിംഗ്, ഓഫ് ലേണിംഗ്, ആസ് ലേണിംഗ്. അപ്പോൾ നമ്മുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന വിലയിരുത്തലാണ് ഏതെന്ന് പറയുന്നത്? ഫോർ ലേണിംഗ്, പഠനത്തിന് വേണ്ടിയുള്ള വിലയിരുത്തൽ. ഇനി പഠനത്തിൻ്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കാര്യം കുട്ടികൾക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്ന് നോക്കാൻ വേണ്ടി ഒരു ടീച്ചർ നടത്തുന്ന വിലയിരുത്തലാണ് പഠനത്തിൻ്റെ വിലയിരുത്തൽ.
ഇനി പഠനം തന്നെ വിലയിരുത്തലുണ്ടല്ലേ. എന്താണ് ഇവിടെ നമ്മൾ മെയിനായിട്ടും നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് മാർക്ക് കുറഞ്ഞു. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് ചിന്തിക്കുകയാണ്, എനിക്ക് എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്, ഏത് ഭാഗത്താണ് എനിക്ക് കുറവ് മാർക്ക് കിട്ടിയത്, ഞാൻ പഠിച്ചത് ശരിയായില്ലേ, ഞാൻ ഉത്തരം എഴുതിയതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ, ഈ രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ പഠനത്തെ തന്നെ വിലയിരുത്തുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 3 രീതിയിലുള്ള വിലയിരുത്തൽ വരുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഒരു നിശ്ചിത കാലയളവിലെ സ്കൂളുകളുടെ പ്രകടനം വിലയിരുത്താൻ സഹായിക്കുന്നത് ഏത് തരത്തിലുള്ള വിലയിരുത്തൽ കൂടിയൊക്കെയാണ്? ഏതാണ്? ഇവിടെ നമ്മെ സഹായിക്കുന്നത് പഠനത്തിൻ്റെ വിലയിരുത്തലാണ്. ഒരു അക്കാദമിക വർഷത്തിൻ്റെ അവസാനം എന്ത് നടക്കുന്നു? ആനുവൽ എക്സാം നടക്കാറുണ്ട് അല്ലേ, കൊല്ല പരീക്ഷകൾ നടക്കാറുണ്ട്. അപ്പോൾ ആ കൊല്ല പരീക്ഷയിൽ അവിടുത്തെ കുട്ടികൾ നേടിയിട്ടുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്കൂളിന് കിട്ടുന്ന ഒരു വിലയുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളുടെ ആളുകളൊക്കെ എന്ത് പറയാറുണ്ട്, ആ സ്കൂള് സൂപ്പറാണ്. കാരണം എന്താ, അവിടുത്തെ കഴിഞ്ഞ തവണത്തെ റിസൾട്ട് എന്ന് പറയുന്നത് 100% അപ്പോൾ ആ സ്കൂളിൻ്റെ പ്രകടനം വിലയിരുത്തിയത് എങ്ങനെയാണ്? ആ വർഷം അല്ലെങ്കിൽ ആ കൊല്ല പരീക്ഷയിൽ അവിടുത്തെ കുട്ടികൾ നേടിയിട്ടുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ പഠനത്തിൻ്റെ വിലയിരുത്തൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ സ്കൂളുകൾക്ക് വേണ്ടി അധ്യാപക സഹായി തയ്യാറാക്കുന്ന ഏജൻസി ഏതാണ്? കേരളത്തിലെ സ്കൂളുകൾക്ക് വേണ്ടി അധ്യാപക സഹായി തയ്യാറാക്കുന്ന ഏജൻസി NCERT, SCERT, SSK, കൈറ്റ്. ഇതിലെ ഏത് ഏജൻസിയാണ് കേരളത്തിലെ സ്കൂളുകൾക്ക് വേണ്ടി അധ്യാപക സഹായി തയ്യാറാക്കുന്നത്? ഏത് ഏജൻസിയാണ്? SCERT, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണഗതിയിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ ഷോർട്ട് ഫോം ഒക്കെ നമുക്കറിയും. ചിലപ്പോൾ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് കഥ മാറും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, NCERT, SCERT, SSK, കൈറ്റ്, അതേപോലെ തന്നെ SSA ഉണ്ട്. ഇങ്ങനെ കുറേയധികം ഷോർട്ട് ഫോമുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ ഫുൾ ഫോം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, മിനിമം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ SCERT എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഇനി ഇതിൽ NCERT വരുമ്പോൾ ഈ സ്റ്റേറ്റ് എന്നുള്ളിടത്ത് എന്താക്കി മാറ്റുക? നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാക്കി മാറ്റുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ 1961 NCERT രൂപീകൃതമാകുന്നത്. ദേശീയ തലത്തിൽ വിദ്യാഭ്യാസം നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊണ്ടുവരിക, അങ്ങനെ കുറേയധികം ലക്ഷ്യങ്ങളോട് കൂടിയാണ് 1961 NCERT രൂപീകൃതമാകുന്നത്. ഇനി NCERTയുടെ മാർഗദർശനത്തോടു കൂടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സംസ്ഥാന തലത്തിലെ SCERT രൂപീകൃതമായിട്ടുള്ളത്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയുടെ വികസനം ഉറപ്പുവരുത്തുക, അതിലേക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇതൊക്കെയാണ് SCERTയുടെ ഉത്തരവാദിത്വം. ഇനി എന്താണ് SSK എന്ന് പറയുന്നത്? സമഗ്ര ശിക്ഷ കേരള. ഓക്കെ, സമഗ്ര ശിക്ഷ കേരളയാണ് SSK ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി കൈറ്റ് ഉണ്ടല്ലേ, കൈറ്റ് നമുക്ക് കുറച്ചും കൂടെ പരിചയമുള്ള ഒരു കാര്യമാണ്. എന്താണ് കൈറ്റ് എന്ന് പറയുന്നത്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള ആദ്യത്തെ സർക്കാർ കമ്പനിയാണ് കൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഞാൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഫുൾ ഫോം എങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതീത ചിന്തയുമായി ബന്ധപ്പെട്ട അറിവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എന്താണ് അതീത ചിന്ത എന്ന് പറയുന്നത്? മെറ്റാകോഗ്നിഷൻ. സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള അറിവ്, മറ്റൊരാളുടെ ചിന്തയെക്കുറിച്ചുള്ള അറിവ്, ജ്ഞാനാർജന പ്രക്രിയയുമായി ബന്ധപ്പെട്ട അറിവ്, സമൂഹത്തിൻ്റെ സഞ്ചിതമായ അറിവ്. അപ്പോൾ അതീത ചിന്ത എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള അറിവ്, അതാണ് മെറ്റാകോഗ്നിഷൻ. ഫ്ലേവലാണ് ഈ ഒരു കോൺസെപ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഓരോ വ്യക്തിക്കും അവരവരുടെ ചിന്തയെക്കുറിച്ച് നല്ല ബോധമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇന്ന രീതിയിൽ പഠിച്ചത് കൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പഠിച്ചാൽ പോരാ, ഞാൻ ഒന്നും കൂടെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ചിന്തയാണ് മെറ്റാകോഗ്നിഷൻ അല്ലെങ്കിൽ അതീത ചിന്ത എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ചിന്തയെക്കുറിച്ച് തന്നെ എന്തുണ്ടായിരിക്കണം? ഒരു അറിവ് ഉണ്ടായിരിക്കണം. അത് പഠനത്തിൽ അനിവാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് വിനിമയം ചെയ്ത ശേഷം കുട്ടിക്ക് ചിലത് ചെയ്യാൻ കഴിയും എന്ന് പറയാം. ഇപ്പോഴത്തെ അധ്യാപക സഹായികളിൽ ഇതിനെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ ഒരു പാഠഭാഗം പഠിപ്പിച്ചു കൊടുത്തു. ഇത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണ് ഇന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ബോധനോദ്ദേശങ്ങൾ, കരിക്കുലം ഉദ്ദേശങ്ങൾ, കരിക്കുലം പ്രസ്താവനകൾ, പഠന നേട്ടങ്ങൾ. നമ്മൾ ഓരോ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്? പഠന നേട്ടങ്ങൾ നമ്മൾ മുൻകൂട്ടി സെറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു, എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വിഷയം എഴുതി, അതിനുശേഷം ഞാൻ എന്ത് എഴുതാറുണ്ട്? ലേണിംഗ് ഔട്ട്കംസ് എഴുതാറുണ്ട് അല്ലേ? ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ ലേണിംഗ് ഔട്ട്കംസ് എഴുതാറുണ്ട്. ഈ ലേണിംഗ് ഔട്ട്കംസിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് കുട്ടികളിൽ കൃത്യമായ ധാരണയുണ്ടാക്കുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് അവർക്ക് കൃത്യമായ അവബോധമുണ്ടാകുന്നു. അതുപോലെ തന്നെ ദേശസ്നേഹം വളർത്തിയെടുക്കാൻ കഴിയുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എവിടെ എഴുതാറുണ്ട്? പഠന നേട്ടങ്ങളിൽ എഴുതാറുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള നേട്ടങ്ങൾ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ലേണിംഗ് ഔട്ട്കംസ് ആണ്, പഠന നേട്ടങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ നേട്ടങ്ങൾ നേടിയെടുക്കണം എന്നുള്ളത് എന്താണ്? നമ്മുടെ ക്ലാസ്സിൻ്റെ ഉത്തരവാദിത്വമാണ്. നമ്മൾ നല്ല രീതിയിൽ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ പഠന നേട്ടങ്ങളൊക്കെ എഴുതി വെച്ച പോലെ തന്നെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ യൂണിറ്റ് വിനിമയം ചെയ്ത ശേഷം കുട്ടിക്ക് ചിലത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പഠന നേട്ടങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വൻകരകളെ കുറിച്ച് പഠിപ്പിക്കാൻ അധ്യാപിക തെർമോക്കോൾ മുറിച്ച് മാതൃക നിർമ്മിക്കുന്നു. ഏതുതരം കുട്ടിക്കാണ് ഇത് കൂടുതൽ പ്രയോജനപ്പെടുക? എന്താണ് ചെയ്തത്? തെർമോക്കോൾ മുറിച്ച് വൻകരകളെ കുറിച്ചുള്ള ഒരു മോഡൽ ടീച്ചർ ഉണ്ടാക്കുന്നു. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഏത് തരത്തിലുള്ള കുട്ടികൾക്കാണ്? വികലാംഗരായവർക്ക്, അതിബുദ്ധിശാലികൾക്ക്, കാഴ്ച കുറഞ്ഞവർക്ക്, കേൾവി കുറഞ്ഞവർക്ക്. സാധാരണഗതിയിൽ ഒരു മോഡൽ ക്ലാസ്സിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും അതെന്താണ്? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവർക്ക് ആ കോൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഏറ്റവും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നത് ആർക്കാണ്? ഒരു മോഡല് ഏറ്റവും ഉപകാരപ്പെടുന്നത് കാഴ്ച കുറഞ്ഞ കുട്ടികൾക്കാണ്. കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കാണ് മോഡൽസ് കൂടുതൽ ഉപകാരപ്പെടുന്നത്. കാരണം അവർക്ക് എന്ത് ചെയ്യാം? തൊട്ടു നോക്കി അതിൻ്റെ രൂപത്തെക്കുറിച്ചോ അതിൻ്റെ ആകൃതിയെക്കുറിച്ചോ നീളത്തെക്കുറിച്ചോ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പെഡഗോജിയിൽ വരാറുള്ളത്. സൈക്കോളജിയേക്കാൾ നന്നായി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് പെഡഗോജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? കെയർഫുള്ളായി ക്വസ്റ്റ്യൻ വായിക്കുക, ഓപ്ഷൻസ് നോക്കാം. മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഞാൻ ഇന്നത് ക്ലാസ്സിൽ പഠിച്ചല്ലോ അപ്പോൾ ഇതെല്ലാം ഉത്തരമായിട്ട് വരെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് പെഡഗോജി ക്വസ്റ്റ്യൻസിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു കുട്ടിയായി നിന്നുകൊണ്ട് ക്വസ്റ്റ്യൻസ് വായിക്കേണ്ട സമയത്ത് അങ്ങനെ തന്നെ നിങ്ങൾ വായിക്കുക. ഇനി ഒരു ടീച്ചറുടെ ഭാഗത്ത് നിന്നാണ് നിങ്ങൾ വായിക്കേണ്ടതിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ നമ്മളെല്ലാവരും എന്താണ്? ഒരു ഐഡൽ ടീച്ചറായി നിന്നിട്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട്. നമ്മൾ കുട്ടികളുടെ ഭാഗത്ത് നിൽക്കുന്ന, അവരെ എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീച്ചർ, ആ നിലയിൽ വേണം ക്വസ്റ്റ്യൻസ് നോക്കി കാണാനായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളെ പഠനം മുന്നോട്ട് പോകട്ടെ. ഈ തവണ തന്നെ നിങ്ങൾക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക് യു.